ഇന്ന് പുലർച്ചെ നമുക്ക് വന്ന വാർത്ത എന്ന് പറയുന്നത് ദുബായിലുള്ള US കോൺസുലേറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നു, ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്രമണം ഒറ്റപ്പെട്ട ആക്രമണം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെട്ട പ്രത്യാക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് US സൈനിക താവളങ്ങളിലേക്ക് ഉണ്ടാകുന്നു, ഗൾഫ് മേഖലകളിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെയാണ് ആശ്വാസകരമായി വിമാന സർവീസുകളൊക്കെ പുനഃസ്ഥാപിക്കാനും വിമാനപാതകൾ സുരക്ഷിതരായി ആളുകൾക്ക് സഞ്ചരിക്കാനും എയർപോർട്ടിൽ കുടുങ്ങിയ ആളുകളെ എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങളും. കൃത്യമായി ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ വിദേശത്തിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ കോൺസുലേറ്റുകൾ എംബസികളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ ഇറാൻ തയ്യാറെടുക്കുന്നത്. ഇന്നലെ തന്നെ പ്രധാനമായും സൗദി അറേബ്യയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് വരെ ആക്രമണം ഉണ്ടായിരുന്നു. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് വരെ ഇന്നലെ രാത്രി വൈകിട്ട് ഏറ്റവും പരമ്പരാഗതമായ ഒരു ആക്രമണം ഇറാൻ നടത്തിയത് ദുബായിലെ US കോൺസുലേറ്റിന് വരെ ഒരു ആക്രമണം നടത്തി. ഈ ആക്രമണത്തെ ശക്തമായി പക്ഷേ പ്രതിരോധിച്ചു. ഈ കെട്ടിടത്തിൽ തീ പിടിക്കുകയുണ്ടായി. സേനാംഗങ്ങളെത്തി ഉടൻ തന്നെ ഈ തീയണക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തി. ആർക്കും പരിക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനമായ കാര്യം ഈ അമേരിക്കൻ എംബസികൾക്ക് നേരെ അല്ലെങ്കിൽ അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറെക്കുറെ ഇറാൻ കൃത്യമായി വിജയം കണ്ടെത്താൻ ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്ത, കുവൈത്തിൽ ഈ ചീളുകൾ ഈ ഡ്രോണിന്റെ ചീളുകൾക്ക് വീട്ടിൽ ഒരു 11 വയസ്സുകാരി മരിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ കൃത്യമായ ആക്രമണമായി പ്രത്യേകിച്ച് അമേരിക്കൻ എംബസികൾക്ക് വരെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണമായാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്ത, വിമാന സർവീസുകൾ ഭാഗ്യമായി ആരംഭിക്കുകയാണ്. ഈ മസ്കത്തിൽ നിന്ന് അതുപോലെ തന്നെ UAE വിമാനത്താവളങ്ങളിലൊക്കെ തന്നെയും നാട്ടിലേക്കുള്ള കേരളത്തിലേക്കുള്ള വിമാന സർവീസുകൾ ഭാഗ്യമായി ആരംഭിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഇവിടെ കുടുങ്ങിക്കറിയുന്ന ആളുകൾക്കാണ് മുൻഗണന ലഭിച്ചിട്ട് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ വിമാന സർവീസുകൾ പൂർണ്ണ തോതിലേക്ക് മാറും എന്ന പ്രതീക്ഷയിലാണ് ഈ പ്രവാസി മലയാളികൾ ഉള്ളത്.